സുഗമോദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബെല്ല ഉദ്ദേശിച്ചതുപോലെ ദേവികനെ നന്ദൻ കൈവിടൂല എന്ന് മനസ്സിലായതും ദേവികയായിട്ട് തന്നെ നന്ദനെ ഉപേക്ഷിക്കാനും നന്ദന് എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് നോട്ടീസ് അയക്കാനും വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. ആ ഒരു പ്ലാനിൻ്റെ ഇതായിട്ടാണ് നമ്മളുടെ മാധവന് ആക്സിഡൻ്റ് ആവുന്നത്. അത് ശരിക്കും നന്ദൻ മനഃപൂർവ്വം ഇടിക്കുന്നതൊന്നുമല്ല. ആ സമയത്ത് നന്ദൻ്റെ എന്തോ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നീട് ഗിരീഷിനും അതിന് സാക്ഷി ആയതുകൊണ്ട് തന്നെ ഗിരീഷൻ വേഗം തന്നെ മാധവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നതും മാധവനക്ക് നില ഗുരുതരാന്നും പറഞ്ഞുകൊണ്ട് ICUലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് ഗിരീഷൻ ദേവികേനെയൊക്കെ ഫോൺ ചെയ്ത് പറയുമ്പം ദേവിക ഞാനിപ്പോൾ എത്താൻ ഗിരീഷ് ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ശാരികേനെയും രാധികേനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവരുടെ കൂടെയാണെങ്കിൽ മുരളി ഉണ്ട്. അപ്പം മുരളി ചോദിക്കുന്നുണ്ട് ശരിക്കും മാധവൻ അങ്കിളിന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല മുരളിയേട്ടാ, അവിടെ ചെന്നാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഗിരീഷ് ഏട്ടൻ അവിടെ ആസ്പത്രിയിൽ അച്ഛൻ്റെ കൂടെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാന്നാ പറഞ്ഞതെന്നും പറഞ്ഞ് ഇവർ വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നതും ഗിരീഷിനെ കണ്ടിട്ട് ഇപ്പോൾ അങ്കിളിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് നില ഇച്ചിരി ഗുരുതരമാണ്, എന്തായാലും ആളെ ഇപ്പോൾ ICUലേക്ക് കയറ്റിയിട്ടുണ്ട്, ഡോക്ടറൊന്നും പറഞ്ഞില്ല എന്ന് പറയണായിട്ടതും രാധികയും ശാരികയും ദേവികയും കൂടി കരയാൻ തുടങ്ങുന്നുണ്ട്. അത് കണ്ടതും മുരളി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ കരയല്ലേ, അങ്കിളിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങളിങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിട്ട് എന്താ കാര്യം, ദേവിക നീ ഇങ്ങനെ കരയല്ലേ, അനുജത്തിനെ അമ്മേനെ സമാധാനിപ്പിക്കേണ്ടത് നീയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് എന്നാലും അച്ഛന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല, അച്ഛനൊരു ആപത്തും കൂടാതെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് ദേവിക പേടിക്കാതിരിക്കുക. എങ്ങനെ പേടിക്കാതിരിക്കും ഗിരിയേട്ട, ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴാണെങ്കിൽ അച്ഛന് ആക്സിഡൻറ്റും ആയി, ആ സമയത്ത് ഈ അച്ഛനെ ഏത് വണ്ടി ഇടിച്ചതെന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് അത് നന്ദൻ്റെ വണ്ടിയാണ്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട് നന്ദുവിൻ്റെ വണ്ടിയോ, അതെങ്ങനെ അച്ഛനെ ഇടിച്ചതെന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല ദേവിക, നന്ദുവിൻ്റെ വണ്ടി അച്ഛനെ ഇടിച്ചത്, എന്നിട്ട് നന്ദു എവിടെയെന്ന് ചോദിക്കുമ്പം നന്ദു ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്കൊന്നും വന്നില്ല, നന്ദു പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു പോയിരുന്നു. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദു മനഃപൂർവ്വം അച്ഛനെ കൊല്ലാനായിട്ട് ശ്രമിച്ചതാണോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും ആയിരിക്കില്ല, അത് ചിലപ്പോൾ നന്ദുവിന് അബദ്ധം പറ്റിയതായിരിക്കും എന്ന് പറയുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട് അബദ്ധം പറ്റിയതാണെങ്കിൽ ഗിരീഷ് ഏട്ടൻ്റെ കൂടെ നന്ദു ഹോസ്പിറ്റലിലേക്ക് വരേണ്ടതല്ലായിരുന്നു, നന്ദു വന്നില്ലല്ലോ, അപ്പം മനഃപൂർവ്വം എന്നോടുള്ള വൈരാഗ്യത്തിൽ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതായിരിക്കും, എന്നാലും നന്ദു ഇത്രയധികം മാറിപ്പോയല്ലോ, നന്ദുവിനെ അച്ഛൻ സ്വന്തം മോനായിട്ടല്ലേ കണ്ടായിരുന്നേന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഇല്ല ദേവിക, നന്ദൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നന്ദന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കുമെന്ന്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നന്ദൻ വെപ്രാളത്തോടുകൂടി കയറി വരുന്നുണ്ട്. നന്ദൻ്റെ വരവ് കാണുമ്പോൾ തന്നെ പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദൻ്റെ ആ വരവ് അത്ര പന്തിയല്ലല്ലോ എന്ന്. അങ്ങനെ പ്രഭാവതി നന്ദൻ്റെ അടുത്തേക്ക് വരുമ്പം നന്ദൻ ഇങ്ങനെ സങ്കടത്തോടുകൂടി പ്രഭാവതിയെ നോക്കിയിട്ട് അമ്മയെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താന്ന് ചോദിക്കുമ്പം അതമ്മ ആകെ പ്രശ്നമായി, ഞാൻ ദേവികയുടെ അച്ഛനെ വണ്ടി ഇടിച്ചു എന്ന്. അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് എന്താ നീ പറയണേ, നീ എന്തിനാ ദേവികയുടെ അച്ഛൻ്റെ മേത്ത് വണ്ടി ഇടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം അല്ല അമ്മ, പക്ഷേ ഇനി അവളത് മനഃപൂർവ്വമാണെന്ന് പറയും, ഞാൻ അവളോടുള്ള ശത്രുതയ്ക്ക് മനഃപൂർവ്വം അവളുടെ അച്ഛനെ വണ്ടി ഇടിച്ചതാന്ന് പറയാനാ സാധ്യത, ഞാൻ ഇനി എന്ത് ചെയ്യും അമ്മേ, ഞാൻ എല്ലാം കൊണ്ടും പെട്ടല്ലോ അമ്മയെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്നിട്ട് മാധവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല അമ്മേ, ഞാൻ വണ്ടി എടുത്തോണ്ടും കൂടെ പോകുന്നു എന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയാ നന്നായി കാണിച്ച്, നീ എന്തിനാ അയാളെ ആസ്പത്രിയിൽ കൊണ്ടുപോകാണ്ടിരുന്നേന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗിരീഷേട്ടൻ ഉണ്ടായിരുന്നു, ഗിരീഷേട്ടൻ അച്ഛനെ കൊണ്ട് ആസ്പത്രിയിലേക്ക് പോയി, എന്നാൽ നിനക്കും കൂടെ പോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കപ്പോൾ അങ്ങനെ പോകാൻ തോന്നിയില്ല അമ്മ, എനിക്കാണെങ്കിൽ ആകെ പേടിയാവുക, ഇനി ഇതിൻ്റെ പേരിൽ ദേവിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കോ, അവളുടെ അച്ഛനെ നീ വണ്ടി ഇടിച്ചിട്ട് അവൾ മനഃപൂർവ്വം എന്നല്ലേ വിചാരിക്കുള്ളൂ, അത് മാത്രമല്ല നീ അയാളെ ആസ്പത്രിയിൽ കൊണ്ടുപോയില്ല, ഗിരീഷിനുണ്ടായിരുന്നെങ്കിൽ ഗിരീഷിൻ്റെ കൂടെ നിനക്കും കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയില്ല അമ്മയെന്നൊക്കെ പറഞ്ഞ് ഈ നന്ദനായിട്ട് എണ്ണി പറക്കുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ തന്നെ ആസ്പത്രി ഒന്നൊരു പോയി നോക്കാം, അയാളുടെ അവസ്ഥ എന്താണെന്നറിയാലോ, പിന്നെ പറ്റുകയാണെങ്കിൽ ദേവികയെ കണ്ട് സംസാരിക്കുകയും ചെയ്യാമെന്ന് പറയുമ്പം നന്ദനാണ് ഈ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട് അമ്മേ എനിക്ക് ദേവി ഇല്ലാണ്ട് പറ്റില്ല അമ്മേ, ദേവി ഇല്ലാതെ എനിക്ക് ശ്വാസം മുട്ടോ, എത്രയും പെട്ടെന്ന് ദേവി പിണക്കമൊക്കെ മാറി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും അമ്മയെന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണിപ്പറക്കി കരയാണ്. പിന്നീട് നമ്മളുടെ ഇസബെല്ലയാണെങ്കിൽ കെവിനോട് പറയുന്നുണ്ട് എന്തായാലും
നമ്മുടെ പ്ലാനാകെ തകർന്നു എന്നാണ് ഞാൻ വിചാരിച്ചായിരുന്നു. ഇപ്പം എന്തായാലും അവനായിട്ട് തന്നെ അതിനുള്ള വഴി ഒരുക്കി തന്നു. ഇനിയിപ്പോൾ നന്ദനായിട്ട് ദേവികയുടെ അച്ഛനെ വണ്ടി ഇടിച്ചതുകൊണ്ട് തന്നെ ദേവികയോടുള്ള ശത്രുത കൊണ്ടാണ് നന്ദൻ വണ്ടി ഇടിച്ചതെന്ന് അവൾ വിചാരിച്ചോളും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ദേവിക നന്ദന് ഡൈവോഴ്സ് നോട്ടീസ് അയക്കും. അങ്ങനെ ആവുമ്പം പിന്നെ അവർക്ക് ഒരിക്കലും ദേവികയെ തിരിച്ചു കിട്ടൂല. പിന്നീട് അവൻ്റെ മുന്നിൽ ആകെ ഉള്ളൊരു വഴി ഞാൻ മാത്രമായിരിക്കും. അങ്ങനെ ഞാൻ എന്തായാലും നന്ദൻ്റെ ജീവിതത്തിലേക്ക് കയറുമെന്ന് പറയുമ്പം കെവിനാണെങ്കിൽ അതൊന്നും നടക്കൂലാത്ത രീതിയിൽ ഇങ്ങനെ ഇസബെല്ലേനെ നോക്കുമ്പോൾ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, എന്താ കെവിൻ നീ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല നീ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനായതുകൊണ്ട് അവനൊരിക്കലും ദേവികയെ മറക്കില്ല. ഇനിയിപ്പോൾ ദേവികയുമായിട്ടുള്ള ബന്ധം ഡൈവോഴ്സ് ചെയ്താലും അവൻ നിന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല ബെല്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല, നമ്മളെ കൂട്ടല്ല അവൻ ചിന്തിക്കുന്നത്. അവൻ സത്യസന്ധനും പാവമാണ്. അതുകൊണ്ടാണ് നമുക്ക് അവനിങ്ങനെ പറ്റിക്കാൻ പറ്റണേന്നൊക്കെ കെവിൻ പറയുമ്പോൾ ബെല്ല പറയുന്നുണ്ട്, എനിക്ക് അതുകൊണ്ട് തന്നെ അവനോട് ഇത്ര ഇഷ്ടവും. എന്തായാലും ഞാൻ അവനെ സ്വന്തമാക്കുമെന്ന് തീരുമാനിച്ചതാണ്. ഇനി അതിൽ നിന്നൊരു മാറ്റമില്ല, ഞാൻ അവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതേസമയം ഹോസ്പിറ്റലിൽ ദേവികയാണെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണുന്ന സമയത്ത് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞിട്ടില്ല, ബോധം തെളിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാം, സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, തലയിടിച്ചതിൻ്റെ ബോധം പോയത്, വലിയ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞ് ദേവികയെ സമാധാനിപ്പിച്ച് വെളിയിലോട്ട് വിടുന്നുണ്ട്. ദേവിക വെളിയിലേക്ക് വന്നതും ശാരികയോടും രാധികയോടും പറയുന്നുണ്ട്, അച്ഛന് കുഴപ്പമൊന്നുമില്ല ശാരി, എന്തായാലും ബോധം തെളിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാമെന്നാണ് പറഞ്ഞ്. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, നന്ദേട്ടൻ മനഃപൂർവ്വം അച്ഛനെ ഇടിച്ചു എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ശാരി, ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ, എനിക്ക് തലയ്ക്കാകെ ഭ്രാന്ത് പിടിക്കണ പോലെയാണ്. എന്തായാലും ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവിക ഫോണെടുത്ത് സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ ഫോൺ എടുത്തതും എന്താ മോളേന്ന് ചോദിക്കുമ്പം അച്ഛാ അതൊരു പ്രശ്നമുണ്ട്, അച്ഛനെ വണ്ടി ഇടിച്ചു, ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലാന്ന് പറയുമ്പം എന്താ പറ്റിയേ, മാധവന് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, നിലവിൽ കുഴപ്പമൊന്നുമില്ല, വണ്ടി ഇടിച്ചത് നന്ദുവാന്ന് പറയണതും സിദ്ധാർത്ഥ നന്ദനോ, എന്നിട്ട് അവൻ പറഞ്ഞില്ലല്ലോ, എന്നിട്ടിപ്പോൾ അവൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല അച്ഛാ, നന്ദൻ വണ്ടി ഇടിച്ചിട്ട് അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പോലും തയ്യാറാവാതെ പോയി ഗിരീഷേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് നന്ദൻ മനഃപൂർവ്വം ഇടിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊന്നുമില്ല മോളെ, നന്ദൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പം അതൊക്കെ നമ്മുടെ തോന്നലല്ല അച്ഛാ, ഇപ്പം നമ്മൾ വിചാരിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നന്ദു ചെയ്തേക്കണേ, അതുകൊണ്ട് ഇത് നന്ദു മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം സിദ്ധാർത്ഥനും അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇനി ദേവികയോടുള്ള വിരോധത്തിന് നന്ദൻ മാധവനെ വണ്ടി ഇടിപ്പിച്ചതായിരിക്കുമെന്ന്. എന്തായാലും ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ശാരികയാണെങ്കിൽ ഫോൺ എടുത്ത് കെവിനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് കെവിൻ ഇസബെല്ലയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഫോൺ ബെല്ലടിച്ചതും കെവിൻ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഫോണുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. വെളിയിൽ ഇറങ്ങിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടും എന്താ ശാരി എന്ന് ചോദിക്കുമ്പോൾ അതേ കെവിൻ ചേട്ടാ, അച്ഛന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അച്ഛനിപ്പോൾ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. അന്നേരം കെവിനിക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാമെങ്കിലും കെവിൻ ഇതൊന്നും അറിയാത്ത രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറ്റിയ, അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ആസ്പത്രിയിലാണ്, ഇപ്പം കെവിൻ ചേട്ടൻ വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കെവിൻ ചേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞതാണ്. എന്തായാലും അച്ഛനിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഇല്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റാമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പം കെവിനാണെങ്കിൽ അപ്പോൾ അയാൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല, അയാൾ മരിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഉഷാറായേനെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഇസബെല്ലയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബെല്ല, നീ നന്ദന് വിളിച്ചോ എന്ന് ചോദിക്കുമ്പം ഇല്ല കെവിൻ, ഞാൻ നന്ദന് വിളിച്ചില്ല, എന്നാൽ നീ ഒന്ന് വിളിച്ച് നോക്ക്, ഇപ്പം അവൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ ഇസബെല്ല അത് ശരിയാണ്, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോണെടുത്ത് നന്ദനെ വിളിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇതേ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട്, നീയാണോ മാധവനെ വണ്ടി ഇടിപ്പിച്ചതെന്ന് ചോദിക്കുമ്പം അതേ അച്ഛാ, പക്ഷേ ഞാനത് മനഃപൂർവ്വം അല്ല, അറിയാതെ സംഭവിച്ചു പോയതാ, എന്നിട്ട് നീ എന്താ അവിടെ ആസ്പത്രിയിലേക്ക് പോകുമോ അവിടെ നിൽക്കുകയോ ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുമ്പം അതെനിക്ക് പേടിയായതുകൊണ്ട് അച്ഛാ, ഇനിയിപ്പോൾ ദേവി ഇതും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കും, ഞാൻ മനഃപൂർവ്വം അവളുടെ അച്ഛനെ കൊല്ലാൻ നോക്കിയതാന്നേ പറയുള്ളൂ അവളോടുള്ള ദേഷ്യത്തിന്, അതിന് നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, പിന്നെ എന്തിനാ നീ അതോർത്ത് പേടിക്കണേന്ന് പറയുമ്പോൾ എന്നാലും എനിക്ക് പേടിയാച്ചാ, ഇനി പോലീസും കേസൊക്കെ ആയിട്ട് നടക്കണ്ടേ, എന്തായാലും അച്ഛൻ അവളോടൊന്ന് പറയണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചു പോയതാന്ന്, ഇനിയിപ്പോൾ എന്തായാലും അവൾ ഞാൻ മനഃപൂർവ്വം ചെയ്തതാന്ന് തന്നെ പറയുള്ളൂ എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നീ ദേവികേനെ അത്രയാണോ മനസ്സിലാക്കിയിട്ടുള്ളൂ, അങ്ങനെ നീ ചെയ്യാത്ത കാര്യത്തിന് നിന്നെ കുറ്റക്കാരനാക്കുമൊന്നുമില്ല എന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ എനിക്കറിയില്ല അച്ഛാ എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞ് ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് ഈ നന്ദൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയതും ബെല്ലയല്ല വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട്
സിദ്ധാർത്ഥൻ്റെ നേരെ ഇങ്ങനെ പരിങ്ങളോടുകൂടി നോക്കിയിട്ട് വേഗം തന്നെ നന്ദന എഴുന്നേറ്റ് പോകുന്നുണ്ട്. നന്ദന അങ്ങനെ നേരെ റൂമിൽ ചെന്നിട്ട് ബെല്ലയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ബെല്ലാന്ന് ചോദിക്കുമ്പം നീ ഇപ്പോൾ എവിടെയാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ബെല്ല, എന്തായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും, നെറ്റി പൊട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാനെന്തായാലും ഹോസ്പിറ്റലിലേക്കൊന്നും പോയില്ല എന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട് നീ ഇനി സൂക്ഷിക്കണം, അവൾ ഈ വൈരാഗ്യം വെച്ച് നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ പെടൂട്ടോ എന്ന് പറയുമ്പോൾ ഈ നന്ദൻ പറയുന്നുണ്ട് അത് ബെല്ല പറഞ്ഞത് നേരെ, ശരിക്കും ഞാൻ ദേവികേനോടുള്ള വൈരാഗ്യത്തിന് അവളുടെ അച്ഛനെ വണ്ടി ഇടിച്ചതാന്നേ ദേവിക വിചാരിക്കുള്ളൂ, ഇനി ഞാൻ എന്ത് ചെയ്യുമല്ല, എൻ്റെ ദേവീനെ ഇതോടുകൂടി എനിക്ക് നഷ്ടമാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട് അവൾ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടേടാ, നിനക്ക് ഞാനില്ലേന്ന്. അത് കേട്ടതും ഈ നന്ദൻ ചോദിക്കുന്നുണ്ട് ബെല്ല ഇപ്പം എന്താ പറഞ്ഞത്, ദേവി പോവുകയാണെങ്കിൽ പോട്ടേന്നോ, എനിക്ക് ബെല്ല ഉണ്ടെന്നോ, ദേവി പോയില്ലെങ്കിലും എനിക്ക് ബെല്ല ഇല്ലേ, ബെല്ല എൻ്റെ സുഹൃത്താണ്, പക്ഷെ ദേവി എനിക്കെൻ്റെ ജീവിതവും ജീവനും പ്രാണനുമാണ്. അത് കേട്ടതും ഇസബെല്ലയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.